അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ പ്രൈമറി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിൽ പറഞ്ഞ കാര്യമൊന്നുമില്ല, എൻജിൻ്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫായതാണ്. 2 എൻജിനിലേക്കുള്ള ഫ്യൂവൽ സ്വിച്ചും ഓഫായിട്ടാണ് കിടന്നിരുന്നത്. ഇതൊന്നെങ്കിൽ പൈലറ്റ് തന്നെ ചെയ്താവാം, അല്ലാന്നുണ്ടെങ്കിൽ വിമാനത്തിൻ്റെ എൻജിൻ്റെ തകരാറാവാം. അപ്പോൾ നമ്മൾ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു സുതാര്യമായ റിപ്പോർട്ടല്ലേ. ആ സുതാര്യമായ റിപ്പോർട്ട് നമുക്കറിയാലോ, ഒരുപാട് കാലമായിട്ട് വിമാന അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ റിപ്പോർട്ട് വരുമ്പം അവസാനം പൈലറ്റിൻ്റെ പിഴവായിട്ട് വരും. പക്ഷേ ഇതൊക്കെ ബോയിങ്ങിൻ്റെയും അല്ലെങ്കിൽ വിമാന കമ്പനികളുടെയും മിസ്റ്റേക്കുകളായിരിക്കാം. നേരെ മറിച്ച് പൈലറ്റിൻ്റെ മേത്ത് ആ ഒരു കുറ്റം ചാർത്തി കഴിഞ്ഞാൽ പൈലറ്റ് മരിച്ചില്ലേ, അയാളിന്ന് തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. പക്ഷേ അഹമ്മദാബാദ് വിമാന അപകടത്തിലെങ്കിലും നമുക്കൊരു സുതാര്യമായ റിപ്പോർട്ട് കിട്ടേണ്ടതല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതിലൊക്കെ ഫ്ലൈ ചെയ്യുക. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കയറി പോകുമ്പം നമ്മളൊക്കെ മനസ്സിലൊരു ആദ്യം വരുമല്ലോ. എനിക്കും പണ്ടുണ്ടായിരുന്നു ആ ഒരു പേടി. അത് നേപ്പാളിൽ ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് നേപ്പാളിൽ പോയ സമയത്ത് അവിടെ ചെറിയ വിമാനമായിരിക്കും, ATRൻ്റെയും ഏറ്റവും പഴയ, അതായത് 1985-90 കാലത്തെ വിമാനമൊക്കെ ആയിരിക്കും നേപ്പാളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത്. ആ വിമാനത്തിൽ 20 മിനിറ്റ് യാത്രയാണ് കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയ്ക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലൈറ്റ് പൊന്തുന്ന സമയത്ത് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ലാൻഡിങ്ങിനുള്ള നിർദ്ദേശങ്ങൾ വന്നു. ആ ഒരു സമയത്ത് ഫ്ലൈറ്റ് ഒരു പ്രത്യേക തരത്തിൽ കുലുക്കാണ് വിളിങ്ങി. ഞാൻ പടച്ചോനെ കാത്തോളി എന്നൊരു വിളി വിളിച്ചു മനസ്സിലിട്ടോ. അന്ന് വരെ നമ്മൾ സാധാരണ വിമാനത്തിൻ്റെ യാത്രയുടെ സമയങ്ങളിൽ കിട്ടുന്ന ചെറിയ കുലുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ആ ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് അന്നുണ്ടായത്. അതിനുശേഷം എനിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പം പേടി പറ്റിപ്പോയി. അതിന് മുമ്പൊക്കെ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ചെറിയൊരു കുലുങ്ങിയാൽ തന്നെ ഞാൻ ഒന്ന് പേടിക്കും. നേരെ മറിച്ച് അതിൻ്റെ ശേഷം എനിക്ക് ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം ആ നേപ്പാളിലെ യാത്ര, പൃഥ്വിരാജ് ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, നേരിടേണ്ടി വരുന്ന എക്സ്ട്രീം സാഹചര്യം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു കൂൾ മോഡായിരിക്കുന്നു. നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ സേഫസ്റ്റാണ് ഫ്ലൈറ്റ് യാത്ര. നേരെ മറിച്ച് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അഹമ്മദാബാദ് വിമാനാപകടത്തിലെങ്കിലും നമുക്ക് സുതാര്യമായ അന്വേഷണ റിപ്പോർട്ട് നമുക്ക് കിട്ടണം. അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരാനിരിക്കണുള്ളൂ. ഇപ്പം നിലവിൽ എൻജിൻ്റെ ഡുവൽ സ്വിച്ച് ഓഫായി എന്ന് പറഞ്ഞത്, ആ ഡുവൽ സ്വിച്ചിന് തന്നെ നമ്മൾ ആ ഒരു ഭാഗം കൈകൊണ്ട് തന്നെ അറിയാണ്ട് തട്ടാനൊരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ആ സ്വിച്ചിന് ഇത്തരത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം അവർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ പ്രകാരം ഡിഡ് യു ഓഫ് ദ സ്വിച്ച്, നോ ഐ ഡിഡിൻ എന്നാണ് പൈലറ്റിൻ്റെ ഒരു ഓഡിയോയിൽ അതിൽ വരുന്നത്. അപ്പോൾ ഇത് ബോയിങ്ങിൻ്റെ കുറ്റമാണോ പൈലറ്റിൻ്റെ കുറ്റമാണോ എന്നുള്ള സുതാര്യമായ റിപ്പോർട്ട് വന്നാലാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് പൈലറ്റിൻ്റെ കുറ്റത്തിന് ആയിട്ട് റിപ്പോർട്ട് വരാനാണ് ചാൻസ്. കാരണം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ബോയിങ് 737 മാക്സ്, അത് ബോയിങ്ങിൻ്റെ പ്രശ്നമായിട്ട് 2-3 വിമാനാപകടങ്ങൾ നടന്നു. അതിന് ശേഷം അമേരിക്കയിൽ ബോയിങ്ങിൻ്റെ ഒരുപാട് ഫ്ലൈറ്റ് ഗ്രൗണ്ടഡായി. ആ കേസിൽ അവർക്ക് കോടാനുകോടികളാണ് നഷ്ടം. അതുകൊണ്ട് എൻ്റെ ഒരു ബലമായ സംശയം ബോയിങ്ങിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് വരുള്ളൂ. പക്ഷേ ബോയിങ്ങിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവരെ ഓഫീസേഴ്സ് മുമ്പുള്ള കാലങ്ങളിൽ തുറന്നു കാട്ടിയ സമയത്ത് അതിൽ പല ആൾക്കാരും ദുരൂഹമായി മരണപ്പെടുകയും ബാക്കിയുള്ള ആൾക്കാരോട് ബോയിങ് പറഞ്ഞ കാര്യം വെച്ചാൽ ദിസ് ഫ്ലൈറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഫ്ലൈ ഇൻ ദ സ്കൈ ഓഫ് US, ദിസ് ഈസ് ഗോയിങ് ടു ഇന്ത്യ ലൈക്ക് അതർ കൺട്രീസ്. അത്തരത്തിലുള്ള മറുപടി കൊടുത്തത്. അപ്പം സീരിയസ് ആയിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസ് ബോയിങ്ങിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആസ് എ പേഴ്സൺ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, ഒരു സുതാര്യമായ റിപ്പോർട്ട് വരട്ടെ. കാരണം നമ്മളൊക്കെ ഇവരെ വിശ്വസിച്ചിട്ടാണ് ഈ വിമാനങ്ങളിലൊക്കെ കയറി യാത്ര ചെയ്യണത്.